നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്നതിനെതിരെയും കേരളത്തിന് അർഹമായ വിഹിതം നിഷേധിക്കുന്നതിനെതിരെയും കേരള കോൺഗ്രസ് ബി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി പോൾസൺ മാത്യു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിജുവിനെ BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വാഹനം തടഞ്ഞു നിർത്തി അപമാനിച്ചത് പ്രതിഷേധാർഹമെന്ന് CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടിയിൽ കാട്ടാന വീണ കിണറിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് UDF രാഷ്ട്രീയ ലാഭത്തിനായി കള്ളപ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് ആന്റണി ജോൺ MLA ആരോപിച്ചു. സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ റിസോർട്ട് ഉടമയ്ക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ചു. രാജാക്കാട് അയ്യപ്പൻ പറമ്പിൽ വീട്ടിൽ ബിറ്റാജിനെയാണ് ശിക്ഷിച്ചത്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് കേസിൽ പ്രതികളായവരുടെ പേരിൽ കൊലപാതക കുറ്റം കൂടി ഉൾപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്നതിനെതിരെയും കേരളത്തിന് അർഹമായ വിഹിതം നിഷേധിക്കുന്നതിനെതിരെയും കേരള കോൺഗ്രസ് ബി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തൊടുപുഴ കേന്ദ്ര ആദായ നികുതി ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി പോൾസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കടുത്ത വിവേചനമാണ് കാണിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി പോൾസൺ മാത്യു പറഞ്ഞു. പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ കേന്ദ്ര ആദായ നികുതി ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന കാര്യങ്ങൾ നമുക്കറിയാം, ശബരി റെയിൽവേ ഉൾപ്പെടെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ₹1 പോലും ഈ ഗവൺമെന്റ് കേരളത്തിന് വിഹിതമായി തന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് GST ഫണ്ടുകൾ പിരിച്ചുകൊണ്ട് പോകുന്നത് നമുക്കതിൻ്റെ ഇത്ര ശതമാനം തരണമെന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങോട്ട് പിരിച്ചുകൊണ്ട് പോകുന്നല്ലാതെ ഇങ്ങോട്ട് തരുന്നില്ല. എന്തിന്? നിത്യവ്യവസായമായ മണ്ണെണ്ണയുടെയും അതുപോലെ പാചകവാതകത്തിൻ്റെയൊക്കെ സബ്സിഡി നമുക്കറിയാം. ആ സബ്സിഡി പോലും എടുത്തു കളഞ്ഞു. എത്ര ക്രൂരമായ ഒരു സമീപനമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്നത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിന്ന് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങള് ഊഖിയുണ്ടായപ്പോഴും പ്രളയമുണ്ടായപ്പോഴും കോവിഡ് ഉണ്ടായപ്പോഴൊന്നും കേരള ജനങ്ങള് ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ഒരു ഗവൺമെന്റായിട്ട് കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയത് കൊണ്ട് അത്ര പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ആ അവഗണനയ്ക്കെതിരെയാണ് കേരള കോൺഗ്രസ് പിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുൻപിൽ ധർണകൾ നടത്തുന്നത്. ഈ അവഗണന അവസാനിപ്പിക്കണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്നതിനെതിരെയും കേരളത്തിന് അർഹമായ വിഹിതം നിഷേധിക്കുന്നതിനെതിരെയുമാണ് പ്രതിഷേധ ധർണ നടത്തിയത്. കേരളത്തിന് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ കേന്ദ്രം കടുത്ത വിവേചനമാണ് കാണിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ബഡ്ജറ്റിലും അല്ലാതെയും വാരിക്കോരി ധനസഹായങ്ങൾ നൽകുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട GST വിഹിതം നൽകുന്ന കാര്യത്തിൽ കേന്ദ്രം കേരളത്തെ മാറ്റി നിർത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് രതീഷ് അത്തിക്കുഴി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ, സെക്രട്ടറിമാരായ ഉണ്ണി വടകുന്നത്ത്, PA ഫൈസൽ, വൈസ് പ്രസിഡന്റുമാരായ തങ്കച്ചൻ തേക്കുംകാട്ടിൽ, ഷിൻഡോ ഇടുക്കി, മഞ്ജു ഏലപ്പാറ, അനു തൊടുപുഴ യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് CB വെള്ളത്തൂവൽ, KTUC ജില്ലാ പ്രസിഡന്റ് CR അഖിൽ, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജിനോസ് കറിയ, വനിതാ കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് ബിബിത ശ്രീജിത്ത്, ലെനിൻ P, ജിബിൻ ചെമ്പരത്തി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിജുവിനെ BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വാഹനം തടഞ്ഞു നിർത്തി അപമാനിച്ചത് പ്രതിഷേധാർഹമെന്ന് CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞിരമറ്റം ശിവക്ഷേത്രത്തിലെ ഉത്സവ ദിനം നിങ്ങളിവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചായിരുന്നു BJP മണ്ഡലം പ്രസിഡന്റ് S ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തലെന്നും മുഹമ്മദ് ഫൈസൽ ആരോപിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സണും CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗവുമായ സബീന ബിജുവിനെ അകാരണമായി അപമാനിച്ചതിന് പിന്നിൽ BJPയുടെ വർഗീയ ചേരിതിരിവെന്ന് CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. അവിടുത്തെ കൗൺസിലർ രാജശേഖരന് വൈഫിന് അസുഖമായിട്ടിരിക്കുന്നു, കാണാൻ പോയി തിരിച്ചു കയറി വരുന്ന വഴിക്കാണ് ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമീപനം ചെയ്തിരുന്നത്. ശ്രീകാന്ത്
ശ്രീകാന്തിനെ സംബന്ധിച്ച് പല വിഷയത്തിലും പല കേസുകളിലും പ്രതിയാണ്. അത് മാത്രമല്ല നിരന്തരമായി ബോധപൂർവം സംഘർഷങ്ങൾ ഉണ്ടാക്കാനും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനും ശ്രീകാന്ത് ബോധപൂർവ്വം ശ്രമിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കാണുന്നുണ്ട്. കാഞ്ഞിരവട്ടത്ത് വരാൻ നീ എന്തിനാ ഇവിടെ വന്നേന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിൽ ഒത്തിരി അർത്ഥമുണ്ട്. അത് ശരിയായ ചോദ്യമല്ല. കാഞ്ഞിരവട്ടത്ത് നഗരസഭാ അധ്യക്ഷയ്ക്ക് പോകാൻ വിലക്കുണ്ടോന്ന് BJP പറയണം. അങ്ങനെ വിലക്കാനാണ് BJPക്ക് അധികാരം. ശ്രീകാന്തിന് എന്താ അധികാരം എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇനി നഗരസഭയുടെ കീഴിൽ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളും മറ്റു ക്രമീകരണങ്ങളും പോയി പരിശോധിക്കാനുള്ള അധികാരം പോലും ചെയർപേഴ്സൺ ഇല്ല. അത് BJPക്ക് ആ പൂർണ്ണമായി അധികാരം കൊടുത്തു എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വീണ് പരിക്കേറ്റ മുൻ BJP കൗൺസിലർ രേണുക രാജശേഖരനെ വീട്ടിലെത്തി സന്ദർശിച്ച് മടങ്ങും വഴിയാണ് പ്രകോപനമില്ലാതെ വാഹനം തടഞ്ഞതും അസഭ്യം പറഞ്ഞതും. കാഞ്ഞിരമറ്റം ശിവക്ഷേത്രത്തിലെ ഉത്സവ ദിനം നിങ്ങൾ ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചായിരുന്നു BJP മണ്ഡലം പ്രസിഡന്റ് S. ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തൽ. ഉത്സവത്തിന് മുമ്പായി വഴിവിളക്കുകൾ തെളിയിക്കാത്തത് ചെയർപേഴ്സണിന്റെ കുറ്റമാണെന്നായിരുന്നു ആരോപണം. എന്നാൽ തൊടുപുഴ നഗരസഭയിൽ കത്താത്ത വഴിവിളക്കുകൾ തെളിയിക്കാൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും പണികൾ നടന്നുവരികയുമാണെന്ന് സബീന ബിഞ്ചു പറഞ്ഞു. എന്നാൽ ശ്രീകാന്ത് ഭീഷണിപ്പെടുത്തിയ സമയത്തും ക്ഷേത്രത്തിലെത്തിയവർക്ക് ബുദ്ധിമുട്ടാകാത്ത തരത്തിൽ വിഷയം കൈകാര്യം ചെയ്യുകയായിരുന്നു ചെയർപേഴ്സൺ ചെയ്തതെന്നും മുഹമ്മദ് ഫൈസൽ കൂട്ടിച്ചേർത്തു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ, മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശരത് MS, TB സുബൈർ, ലിനു ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടിയിൽ കാട്ടാന വീണ കിണറിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് UDF രാഷ്ട്രീയ ലാഭത്തിനായി കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആന്റണി ജോൺ MLA ആരോപിച്ചു. തുക അനുവദിച്ചെങ്കിലും കരാറുകാരായവർക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വർക്ക് തുടങ്ങാൻ താമസിക്കുന്ന സാഹചര്യമുണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറ ഭാഗത്ത് കൂലാഞ്ഞി വീട്ടിൽ പത്രോസിന്റെ പുരയിടത്തിലെ കാട്ടാന വീണ കിണറിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് UDF രാഷ്ട്രീയ ലാഭത്തിനായി കള്ളപ്രചരണങ്ങൾ നടത്തുന്നതായി ആന്റണി ജോൺ MLA. ഇത് ഗവൺമെന്റും MLAയും കളക്ടറും ഒക്കെ ഞങ്ങളെ ബോധപൂർവ്വം വഞ്ചിച്ചതാണ്. ഈ കുടുംബത്തെ ഞങ്ങൾ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ള നിലയിൽ ബോധപൂർവ്വം തെറ്റിദ്ധാരണ പരത്തുന്നു. ഇതൊന്നും അറിയാത്ത ആളുകളല്ല. വസ്തുത അറിയാമെങ്കിൽ കൂടിയും അല്പം എന്തെങ്കിലും ഒരു നേട്ടം തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ഒരു ഗൂഢചിന്താഗതിയിൽ നിന്നാണ് അത്തരം ചില സമീപനങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങൾ ആ ഘട്ടത്തിലൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇതിൻ്റെ സാങ്കേതികമായി ഇത്തരം ചില തടസ്സങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങൾ നിന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2,12,000 പരം രൂപ ഈ കിണറിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി നീക്കിവെക്കാൻ അനുവദിപ്പിക്കാൻ കളക്ടറെ കൊണ്ട് അനുവദിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇവിടെ വൈകാനുണ്ടായ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ വൈകിയെങ്കിൽ കൂടിയും ഒരു കോൺട്രാക്ടർ അദ്ദേഹം അശോകൻ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹം വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായി. ഇന്നിപ്പോൾ രാവിലെ മുതൽ ആ വർക്ക് ഇവിടെ വളരെ വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ പ്രതിനിധിയെ കോതമംഗലം തഹസീൽദാരും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പൊതുപ്രവർത്തകരും ഈ വർക്കിന് മേൽനോട്ടം വഹിക്കുന്ന കോതമംഗലം പൊതുമരാമത്ത് ബിൽഡിംഗ്സ് വിഭാഗത്തിൻ്റെ എഞ്ചിനീയർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മൾ കുറേ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സൂചിപ്പിച്ചല്ലോ. ഏതാണ്ട് 300 മീറ്ററോളം ചുറ്റി ഈ ഇത്രയും കല്ലും മറ്റ് മെറ്റീരിയൽസും ഒക്കെ ചുമന്ന് വേണം ഇവിടെ എത്തിക്കാൻ. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഒട്ടും കാലതാമസമില്ലാതെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എസ്റ്റിമേറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ മനോഹരമായി ഇതിൻ്റെ ചുറ്റുമുള്ള സംരക്ഷണ ഭിത്തിയും ആൾമറയും മറ്റേ കിണറിൻ്റെ അകത്ത് ക്ലീനിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങൾക്കെല്ലാം വളരെ ശുദ്ധമായ ജലം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ ഈ പ്രവൃത്തി നമ്മൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. 2024 ഏപ്രിൽ 12 കാട്ടാന കിണറ്റിൽ വീണതിനെ തുടർന്നാണ് കിണർ ഉപയോഗശൂന്യമായി മാറിയത്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തും കുടിവെള്ളത്തിനായി നിരവധി കുടുംബങ്ങൾ ഈ കിണറിനെ ആശ്രയിക്കുന്നതുകൊണ്ടും കിണർ നല്ല നിലയിൽ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക അനുവദിക്കണമെന്ന് അന്ന് തന്നെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതിന്റെ തുടർച്ചയിൽ തൊട്ടടുത്ത ദിവസം ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് ഉത്തരവിറക്കിയതുമാണ്. എന്നാൽ കോൺട്രാക്ട് പ്രോഫിറ്റും GSTയും കൂടി വരുമ്പോൾ തുക തികയാത്ത സാഹചര്യത്തിൽ അഡീഷണൽ തുക അനുവദിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവിറക്കുകയുണ്ടായി. പ്രവൃത്തിക്ക് ആകെ 2,12,800 രൂപ ലഭ്യമാക്കി വർക്കിനായി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ കിണർ സ്ഥിതി ചെയ്തിരുന്ന പുരയിടത്തിലേക്ക് വഴിസൗകര്യം ഇല്ല എന്നുള്ളതുകൊണ്ട് വർക്ക് ഏറ്റെടുക്കാൻ ഒരു കരാറുകാരും തയ്യാറായിരുന്നില്ല. പിന്നീട് നിരന്തരമായി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് 6ാമത് ടെൻഡർ സമയത്ത് ഒരു കരാറുകാരൻ വർക്ക് ഏറ്റെടുക്കുകയും ചെയ്തത്. ഇതിന്റെ തുടർച്ചയായി എഗ്രിമെന്റ് വെച്ച് ഒട്ടും കാലതാമസം പിന്നീട് ഉണ്ടാകാതെയാണ് ഇപ്പോൾ വർക്ക് ആരംഭിക്കുന്ന സാഹചര്യത്തിലെത്തിയത്. യഥാർത്ഥത്തിൽ കിണറിന് നാമമാത്രമായ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ അഭിപ്രായം നിലനിന്നപ്പോഴും വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആവശ്യമായ 2,12,800 രൂപ അനുവദിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത്. കിണറിന്റെ നല്ല നിലയിൽ പുനരുദ്ധാരണത്തിന് സമയബന്ധിതമായി തുക അനുവദിച്ചെങ്കിലും വഴിയില്ല എന്നുള്ള കാരണങ്ങൾ ഉള്ളത്
അറിയിച്ചുകൊണ്ട് കരാറുകാർ വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വർക്ക് തുടങ്ങാൻ താമസിക്കുന്നത്. വസ്തുത ഇതാണെന്നിരിക്കെ ഈ വിഷയത്തിൽ UDF നിരന്തരമായി നുണപ്രചരണം നടത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കള്ളപ്രചരണങ്ങൾ നടത്തിയവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും MLA അഭ്യർത്ഥിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കോതമംഗലം തഹസീൽദാർ M. അനിൽകുമാർ, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെജോ ജോർജ്, വാർഡ് മെമ്പർമാരായ സന്തോഷ് അയ്യപ്പൻ, സാറാമ ജോൺ, CPIM ലോക്കൽ സെക്രട്ടറി അഖിൽ സുധാകരൻ, കുലാഞ്ഞി വീട്ടിൽ പത്രോസും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ നഗരസഭ ജനകീയാസൂത്രണം 2025-2026 വികസന സെമിനാർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദീപക് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി സ്വാഗതം ആശംസിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഷാഹുൽ ഹമീദ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ കരീം, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ എന്നിവർ ആശംസ നേർന്നു. മുനിസിപ്പൽ സെക്രട്ടറി ബിജുമോൻ ജേക്കബ് കൃതജ്ഞത രേഖപ്പെടുത്തി. സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ റിസോർട്ട് ഉടമയ്ക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ചു. മുരിയറ ഏർത്തടത്തിൽ വീട്ടിൽ സനീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്തും റിസോർട്ട് ഉടമയുമായ 1-ാം പ്രതി രാജാക്കാട് അയ്യപ്പൻ പറമ്പിൽ വീട്ടിൽ ബിറ്റാജിനെയാണ് ശിക്ഷിച്ചത്. താർ ജീപ്പ് വാങ്ങിയതിന്റെ ബാക്കി പണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്നായിരുന്നു കൊലപാതകം നടത്തിയത്. 2018 നവംബർ മാസം 8-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊല്ലപ്പെട്ട മുനിയറ ഏറത്തടത്തിൽ വീട്ടിൽ സനീഷും 1-ാം പ്രതി രാജാക്കാട് അയ്യപ്പൻ പറമ്പിൽ വീട്ടിൽ ബിറ്റാജും സുഹൃത്തുക്കളായിരുന്നു. താർ ജീപ്പ് വാങ്ങിയതിന്റെ ബാക്കി പണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബിറ്റാജ് പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന പൂപ്പാറയിൽ കൊച്ചി ധനുഷ്കോടി NH 85-ൽ പെട്രോൾ പമ്പിന് സമീപമുള്ള റിസോർട്ടിന്റെ 3-ാമത്തെ മുറിയിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത്. സനീഷിന്റെ തല മുറിയുടെ ഭിത്തിയിലും ജനലിന്റെ ഗ്ലാസിലും മറ്റും ഇടിപ്പിച്ചും പ്രതി ധരിച്ചിരുന്ന വുഡ്ലാൻഡ്സിന്റെ ഷൂ കൊണ്ട് ചവിട്ടിയും മറ്റും കൊലപ്പെടുത്തി. 2-ാം പ്രതി സനീഷിനെ തടഞ്ഞു നിർത്തിയും 3-ാം പ്രതി ആരെങ്കിലും സംഭവ സ്ഥലത്തേക്ക് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. ശാസ്ത്രീയമായ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും എല്ലാം രൂപപ്പെടുത്തി ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ നോബിൾ ഏബിൾ സാറിൻ്റെ ഒരു മികവുറ്റ രീതിയിലുള്ള ഒരു പ്രൊഫഷണലിസം കൊണ്ടാണ് ഈ കേസ് ശിക്ഷിക്കപ്പെട്ടത്. പ്രധാന സാക്ഷികൾ തന്നെ കൂറുമാറിയ കേസാണ്. എന്നാലും സാറ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലുള്ള റിസൾട്ടുകളും ശാസ്ത്രീയ തെളിവുകളും കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതിനും കോടതിക്ക് അത് നിരീക്ഷണത്തിന് എടുക്കുന്നതിനും സാറിൻ്റെ പ്രൊഫഷണലിസം വളരെ ഉപകാരപ്പെട്ടു. അത് പ്രതിക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നാണ് കരുതുന്നത്. വിക്ടിമിന് നീതി ഉറപ്പാക്കിയ സാറിനും കോടതിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അഭിനന്ദനം അറിയിക്കുകയാണ്. കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും, പിഴയടച്ചില്ലെങ്കിൽ 2 വർഷം കഠിന തടവിനും വിധിച്ചു. തൊടുപുഴ 3-ാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് SS സീനിയാണ് വിധി പ്രസ്താവിച്ചത്. ദൃക്സാക്ഷികൾ ആരുമില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 1-ാം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഷൂസിൽ നിന്നും സോക്സിൽ നിന്നും നഖത്തിൽ നിന്നും മുടിയിൽ നിന്നും മരിച്ച സനീഷിന്റെ രക്തം കണ്ടെത്തിയിരുന്നു. ശാസ്ത്രീയ തെളിവുകളും മെഡിക്കൽ എവിഡൻസും നിർണായകമായി. ഈ കേസിന് ആസ്പദമായ സംഭവം 2018 ഡിസംബർ മാസം 8-ാം തീയതി ഈ കേസിലെ 1-ാം പ്രതി ബിറ്റാജ് ഈ മരിച്ചുപോയ സനീഷ് ഇടനിലക്കായിരുന്നൊരു വാഹനം വാങ്ങിയിരുന്നു. ആ വാഹനത്തിലെ ബാക്കി പൈസ ആവശ്യപ്പെട്ട് ചെന്ന ടിയാൻ്റെ സുഹൃത്തായ സനീഷിനെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൻ്റെ റൂമിൽ തല ഭിത്തിയിലിടിപ്പിച്ചും ഗ്ലാസ് ഫ്രെയിമിലിടിപ്പിച്ചും കൂടാതെ അയാളുടെ ഷൂസ് ഇട്ട് ചവിട്ടിയും മൃഗീയമായി കൊലപ്പെടുത്തിയാണ് ഉണ്ടായത്. ഇതിനകത്ത് 2-3 പ്രതികൾ ഈ സംഭവം 2-ാം പ്രതി പ്രതി ഈ മരിച്ച സനീഷെങ്ങും പോകാതെ തടഞ്ഞു നിർത്തുകയും 3-ാം പ്രതി മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശാസ്ത്രീയ തെളിവുകളുടെയും മെഡിക്കൽ എവിഡൻസിൻ്റെയും സഹായത്തിലാണ് ഈ പ്രതി കുറ്റക്കാരനാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷികൾ പ്രോസിക്യൂഷൻ എതിരായിട്ട് കൂറുമാറി മൊഴി പറഞ്ഞ കേസാണ്. പക്ഷേ ബാക്കിയുള്ള എവിഡൻസുകളും പ്രതിക്ക് എതിരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ നിന്നും ഷൂസിൽ നിന്നും സോക്സിൽ നിന്നും കൂടാതെ ഇദ്ദേഹത്തിൻ്റെ നഖത്തിൽ നിന്നും ഈ മരിച്ച സനീഷിൻ്റെ ബ്ലഡ് കിട്ടിയിരുന്നു.
ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയും പ്രധാനമാണ്. ഈ കേസ് അന്വേഷിച്ചത് ശാന്തന്മാർ IP ആയിരുന്ന ചന്ദ്രകുമാർ സാറും മൂന്നാർ DYSP ആയിരുന്ന സാറുമാണ്. കൃത്യം നടന്ന റിസോർട്ട് മുറിയിൽ നിന്നും മരിച്ച സനീഷിന്റെ ചെരുപ്പുകളും കണ്ടെത്തിയിരുന്നു. കേസിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഏബിൾ C. കുര്യൻ, അഡ്വക്കേറ്റ് ജോണി അലക്സ് എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മോശം പ്രവർത്തനം ഇടുക്കി ജില്ലയിൽ. ജനുവരി 15 വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ കണ്ടെത്തിയ 2665 അതിദാരിദ്ര്യരിൽ 1536 പേരെ മാത്രമാണ് മോചിപ്പിക്കാൻ സാധിച്ചത്. 57.64% എന്നാണ് കണക്ക്. സംസ്ഥാനത്തെ ഏറ്റവും മോശം പ്രവർത്തനമാണ് ഇടുക്കിയുടേത്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളാണ് പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നതെന്ന് തദ്ദേശ വകുപ്പ് അധികൃതർ പറഞ്ഞു. ഭക്ഷണം, ആരോഗ്യം, വാസസ്ഥലം, വരുമാനം എന്നിവയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ലക്ഷ്യമിടുന്നത്. ഇതിൽ വാസസ്ഥലം ഒരുക്കുന്നതിലാണ് ജില്ല ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. സീറോ ലാൻഡിൽ ഉൾപ്പെട്ടവർക്ക് സ്ഥലം കണ്ടെത്തി നൽകാത്തത്, പട്ടയ നടപടികൾ പൂർത്തിയാക്കാത്തത്, നിർമ്മാണ നിരോധനം എന്നിവയാണ് ഭൂപ്രശ്നത്തിൽ ചൂണ്ടിക്കാട്ടുന്നവ. ജില്ലയിൽ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടാതെ നിൽക്കുന്നവർ ഇനിയുമുണ്ടെന്ന ആക്ഷേപവുമുണ്ട്. അടിസ്ഥാന രേഖകളില്ലാത്തവർക്ക് രേഖകൾ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ പദ്ധതി വഴി സ്വയം തൊഴിൽ നൽകുന്നത് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പ്രധാനമായും നടന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട റവന്യൂ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെയും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുവാനുമാണ് തീരുമാനം. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് കേസിൽ പ്രതികളായവരുടെ പേരിൽ കൊലപാതക കുറ്റം കൂടി ഉൾപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. റാഗിങ്ങിനിരയായ ഗ്ലെൻമേരി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബത്തിന് നിയമസഹായത്തിനായി പിന്തുണ അറിയിക്കുന്നതായും MP പറഞ്ഞു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിനിരയായ ഗ്ലെൻമേരി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ വീട്ടിലാണ് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ MP എന്നിവർ പ്രാദേശിക നേതാക്കൾക്കൊപ്പം സന്ദർശനം നടത്തിയത്. റാഗിങ്ങിന് ശേഷമുണ്ടായ തുടർ നടപടികളിലെ വീഴ്ചയെക്കുറിച്ച് വിദ്യാർത്ഥിയുടെ കുടുംബം MP-യോട് വിശദീകരിച്ചു. നിങ്ങളോട് പറ്റിയല്ല, ഞാൻ വേറെ MP ആയാലും തന്നെ ഞാൻ ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചോണ്ട് വരണം. നിങ്ങൾ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ ഇതായിട്ട് പറയുന്നില്ല. എന്തുകൊണ്ട് പ്രധാന പറ്റില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച 11 മണിക്ക് മെഡിക്കൽ എടുക്കുന്നത്. എത്ര ദിവസം കഴിഞ്ഞ് എന്നാലും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റിയെന്ന് പറ, അല്ല ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളാന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിറ്റേ ശനിയാഴ്ച നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് വിടുന്നത്. ഞാൻ ഇവിടെ നിന്ന് നടന്നിരുന്ന് തൊണ്ടയെല്ലാം അടഞ്ഞു പോയൊരു കാര്യക്കാർ. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് എടുക്കുന്നത്. മെഡിക്കൽ എടുക്കാൻ പറ്റുന്ന പറഞ്ഞ് നിങ്ങളോട് പറ്റിയല്ല കിട്ടുമോ? എന്തോ സാറേ ഇപ്പൊ സ്കൂളിൽ കോളേജ് സമയം കോളേജിൽ എത്തിക്കാണ് വൈകുന്നേരം അപ്പൊ ഹോസ്റ്റൽ വാർഡിനൊന്നും അതൊന്നും അപ്പൊ ഈ നടന്ന സംഭവം അപ്പൊ അത് 70 വയസ്സ് മേളിലുള്ളവർ എന്തെങ്കിലും പുള്ളിക്കാരന് എന്തെങ്കിലും അറിയുമോ, എന്തെങ്കിലും ചെയ്യുമോ? ഹോസ്റ്റൽ വാർഡിന് 70 വയസ്സാന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ പറഞ്ഞു. ഞാൻ ആദ്യമേ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞില്ലേ? അവരറിഞ്ഞില്ല. പ്രിൻസിപ്പൽ ലേഡിയാ, അവരും അറിഞ്ഞില്ല, വാർഡനും അറിഞ്ഞില്ല. ഈ തൊട്ട് ഓപ്പോസിറ്റാ ഇതാ. പിന്നെ ഇത് ഈ 3 പേരുടെ മുറി, അപ്പുറത്ത് 3 പേരുടെ മുറിയാണ്. തൊട്ട് ഓപ്പോസിറ്റാ ഈ പറയുന്ന വാച്ച്മാൻ. അത് ഞാൻ വാച്ച്മാൻ അറിഞ്ഞില്ല. ഇത്ര കാറി ഉച്ചയ്ക്ക് നമ്മൾ ഇത്രയും മുറിക്കാതെ ഉച്ച ചെലവിളിക്കും. അത് ഡിസംബർ 7-ാം തീയതി മോൻ്റെ പെരുത്തേ. അപ്പൊ അന്ന് അവൻ 2000 എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണക്ക് പറയാനായാലും പിന്നെ ഞാൻ ഇതൊക്കെ വെളിയിൽ പറഞ്ഞത് എനിക്ക് തന്നെ ഒത്തിരി പൈസ എല്ലാം ഗൂഗിൾ പേ ചെയ്തിരിക്കും. ഇത് ഞാൻ ഇന്ന് വരെ ഈ ന്യൂസ് ചാനലിലൂടെ എന്റെ ചെറുക്കൻ സർവ്വ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു ചാനലാണ് ഞാൻ പറഞ്ഞിട്ട്. അത് നമുക്ക് എനിക്ക് ഒരു മനസ്സുകൊണ്ടുള്ളതാണ്. റാഗിംഗ് കേസിൽ പ്രതികളായവരുടെ പേരിൽ കൊലപാതക കുറ്റം കൂടി ഉൾപ്പെടുത്തണമെന്നും തുടർ നടപടികളിൽ കുടുംബത്തിനൊപ്പം ഉണ്ടാവുമെന്നും MP അറിയിച്ചു. MP ഡീൻ കുര്യാക്കോസ്, ജബി മേത്തർ MP എന്നിവർക്കൊപ്പം INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ PK രാജൻ, കോൺഗ്രസ് പീരുമേട് മണ്ഡലം പ്രസിഡന്റ് K രാജൻ, ന്യൂനപക്ഷ സെൽ ജില്ലാ പ്രസിഡന്റ് നിക്സൺ ജോർജ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ C യേശുദാസ്, CK അനീഷ്, പഞ്ചായത്ത് അംഗം E ചന്ദ്രൻ എന്നിവരും ഭവന സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു. BBC ന്യൂസ്, പീരുമേട്. കോടിക്കുളം സെന്റ് ആൻസ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അന്നാമയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജോൺസൺ പഴയ പീടികേലിന്റെ സാന്നിധ്യത്തിൽ ആരക്കുഴ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ തിരുനാൾ കൊടിയേറ്റും ആഘോഷമായ തിരുനാൾ കുർബാനയും സന്ദേശവും നൽകി. കോടിക്കുളം സെന്റ് ആൻസ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അന്നാമയുടെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജോൺസൺ പഴയ പീടികേലിന്റെ സാന്നിധ്യത്തിൽ ആരക്കുഴ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ തിരുനാൾ കൊടിയേറ്റും ആഘോഷമായ തിരുനാൾ കുർബാനയും സന്ദേശവും നൽകി. Please
ഓർമ്മകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ഓർമ്മകളുണ്ട്, വേദനകളുടെ ഓർമ്മകളുമുണ്ട്. ഒരുപക്ഷെ മരണത്തിന്റെ ഓർമ്മകൾ നമ്മെ സംബന്ധിച്ച് വേദനയുടെ ഓർമ്മകളാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈശോ ഉത്ഥാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് മരണമെന്ന ഒരു യാഥാർത്ഥ്യത്തിൽ അവസാനിക്കുന്നില്ല, മറിച്ച് അവൻ ഉദ്ധിതനായി നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞു വയ്ക്കുക. മർത്തായോടും സഹോദരി മറിയത്തോടും യേശു പറയുന്നതാണിത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരൊക്കെയും ഈശോയിൽ ജീവിക്കുന്നവരാണ് എന്ന് അനുസ്മരിക്കുകയും അതിൽ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു ദിവസമായിട്ട് ഈ ഓർമ്മയുടെ ദിവസം മാറട്ടെ. തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ക്രിസ്തുവിനെ അനുകരിക്കുന്നവരും ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്നവരും എപ്രകാരം അനുഗ്രഹീതരായി തീരും എന്ന്. മാർച്ച് 1 രാവിലെ 6 വിശുദ്ധ കുർബാന, വൈകിട്ട് 4:30 ആഘോഷമായ തിരുനാൾ കുർബാന പരിക്കണി ഇടവക വികാരി ഫാദർ ജോൺസൺ ഓറോപ്ലാക്കൽ അർപ്പിക്കും. ഫാദർ മാത്യു തറപ്പിൽ വചന സന്ദേശം നൽകും. തുടർന്ന് ചാലക്കുമുക്ക് കപ്പേളയിലേക്ക് പ്രദക്ഷിണം, സമാപന പ്രാർത്ഥന, സ്നേഹവിരുന്ന്, ചെണ്ടമേളം, ബാൻഡ്മേളം എന്നിവ ഉണ്ടായിരിക്കും. മാർച്ച് 2 രാവിലെ 6:30 വിശുദ്ധ കുർബാന, അമ്പെഴുന്നള്ളിക്കൽ, വൈകിട്ട് 4:30 ആഘോഷമായ തിരുനാൾ കുർബാന അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവക വികാരി ഫാദർ ജിൻസ് പുളിക്കൽ അർപ്പിക്കും. വാഴക്കുളം മൈനർ സെമിനാരി റെക്ടർ ഫാദർ സിൻഡോ ആലുകൽ CMI വചന സന്ദേശം നൽകും. തുടർന്ന് പാറത്തോട്ട കപ്പേള പ്രദക്ഷിണം, സമാപന പ്രാർത്ഥന, തിരുശേഷിപ്പ്, വണക്കം. 8:30 അമ്പലപ്പുഴ സാരഥിയുടെ നാടകം. 2 ദിവസം. മാർച്ച് 3 വിഭൂതി ഉപവാസ ദിനം, ജപമാല, വിശുദ്ധ കുർബാന, വിഭൂതി തിരുക്കർമ്മങ്ങൾ. തിരുനാൾ ദിവസങ്ങളിൽ അമ്പ്, മുടി എന്നിവ എഴുന്നള്ളിക്കുന്നതിനും അടിമ വയ്ക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പണ്ണപ്പുറം. വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറ റോഡിൽ ഗ്രാമ്പീൽ തോട്ടിൽ പഴകിയ മത്സ്യം നിക്ഷേപിച്ചതായി പരാതി. പ്രദേശവാസികൾ നിത്യോപയോഗത്തിനായി ആശ്രയിക്കുന്ന തോട്ടിലാണ് പഴകിയ മത്സ്യം നിക്ഷേപിച്ചിരിക്കുന്ന. ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പീരുമേട് താലൂക്കിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലേക്ക് പോകുന്ന പ്രധാന പാതയോട് ചേർന്നൊഴുകുന്ന തോട്ടിലാണ് പഴകിയ മത്സ്യം നിക്ഷേപിച്ച് തോട് മലീവസം ആക്കിയിരിക്കുന്നത്. പ്രദേശവാസികൾ നിത്യോപയോഗത്തിനായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സിൽ പഴകിയ മത്സ്യം നിക്ഷേപിച്ചതോടെ കുളിക്കുന്നതിനും വസ്ത്രം അലക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിടുന്നതായി പ്രദേശവാസികൾ പറയുന്നു. പെരിയാർ പഞ്ചായത്തിൽ 15-ാം വാർഡ് ഗ്രാമ്പിയിൽ ഇവിടെ പാലത്തിൻ്റെ അടുത്തായിട്ട് പഴകിയ മീൻ ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് അലക്കാനും കുളിക്കാനും വെള്ളമില്ലാത്ത സ്ഥലത്ത് ദൂരെയുള്ളവരെല്ലാം ഇവിടെ വന്നാണ് അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരു ബുദ്ധിമുട്ടാണ്. അതിനാൽ പഞ്ചായത്ത് ഇതിന് തക്കതായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രദേശത്ത് കൂടി പെട്ടി ഓട്ടോറിക്ഷയിൽ മത്സ്യ വിപണനത്തിനെത്തുന്നവരാണ് ഉപയോഗശൂന്യമായ പഴകി ചീഞ്ഞ മത്സ്യം തോട്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാവണമെന്നും പ്രദേശവാസികൾ പറയുന്നു. പഞ്ചായത്ത് ഗ്രാമ്പി 15-ാം വാർഡാണ്. 15-ാം വാർഡിൽ മീൻ കച്ചവടക്കാർ വന്ന് പെട്ടി ഓട്ടോയിൽ വന്ന് ചീഞ്ഞ മീനൊക്കെ നടുവെള്ളത്തിനകത്ത് ഇട്ടച്ചു വരികയാണ്. ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അലക്കുന്നത് കുളിക്കുന്ന വെള്ളമാണിത്. റിസോർട്ടിൽ പോലും ഈ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ പെട്ടി ഓട്ടാൽ കൊണ്ടുവന്ന് മീനൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അത് പഞ്ചായത്തുകാരെ ഇത് ഞങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുത്തു തരണമെന്ന് ആവശ്യിക്കുന്നു. ഒരാഴ്ചക്കാലമായി ഈ പ്രവണത തുടരുന്നതായും നാട്ടുകാർ പറയുന്നു. വേനൽക്കടുത്തതോടെ ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ പഴകിയ മത്സ്യം നിക്ഷേപിച്ച തോട്ടിൽ കുളിക്കുവാനും വസ്ത്രം അലക്കുന്നതിനും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും ദുർഗന്ധത്താൽ ഇതുവഴി കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നതായും തോട്ടിൽ പഴകിയ മത്സ്യം നിക്ഷേപിച്ച് ജലമലിനീകരണം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വണ്ണപ്പുറം ദർഭത്തോട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി.
പെരിയമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽശാന്തി NV സന്തോഷ് തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടത്തി. വണ്ണപ്പുറം ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. പെരിയമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി NV സന്തോഷ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടത്തി. തുടർന്ന് വിശേഷാൽ പൂജകൾ, തിടമ്പ് സമർപ്പണം, വിവിധ കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ നെയ് സമർപ്പണം, കൊടിമരച്ചുവട്ടിൽ പറയെടുപ്പ്, ഉച്ചപൂജ, പ്രസാദോട്ട് എന്നിവ നടന്നു. വൈകിട്ട് 5-ന് വിശേഷാൽ പൂജ, തുടർന്ന് ദീപാരാധന, അത്താഴപൂജ, പ്രസാദോട്ട്, തുടർന്ന് തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ എന്നീ കലാപരിപാടികളും നടക്കും. ശനിയാഴ്ച രാവിലെ 6-ന് മഹാഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 7:30-ന് വിശേഷാൽ പൂജകൾ, വഴിപാടുകൾ, 11-ന് ഉച്ചപൂജ, 12-ന് പ്രസാദോട്ട്, വൈകിട്ട് 5-ന് വിശേഷാൽ പൂജ, 6:30-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:30-ന് പ്രസാദോട്ട്, തുടർന്ന് 8-ന് നൃത്തസന്ധ്യ, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ജാതിമത ചിന്തകൾക്ക് അതീതമായി ദേശത്തിന്റെ ഉത്സവമായി ആഘോഷിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും നല്ലവരായ നാട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രം പ്രസിഡന്റ് സ്വപ്നകുമാർ PS, സെക്രട്ടറി ഷിബി KB, ട്രഷറർ അരുൺകുമാർ VS എന്നിവർ അറിയിച്ചു. പഴയകാല കിഴങ്ങുവർഗ്ഗങ്ങളുടെ തിരിച്ചുവരവ് സാധ്യമാക്കി കോതമംഗലം ബ്ലോക്കിലെ കുട്ടമ്പുഴയിൽ കിഴങ്ങുവർഗ്ഗ കിറ്റുകൾ വിതരണം ചെയ്തു. ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കാച്ചിൽ എന്നീ കിഴങ്ങു വിത്തുകളാണ് ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടമ്പുഴ ഷെൽട്ടർ അങ്കണത്തിൽ നടന്ന വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കെ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ് അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യപ്രതിസന്ധി മറികടക്കുന്നതിനും കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൃഷി മുഴുവൻ പുരയിടങ്ങളിലും സാർവത്രികമാക്കുന്നതിനും ലക്ഷ്യമിട്ട് കുട്ടമ്പുഴയിൽ പഴയകാല കിഴങ്ങുവർഗ്ഗങ്ങളുടെ തിരിച്ചുവരവിനായി ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കിഴങ്ങുവർഗ്ഗ കിറ്റുകൾ വിതരണം ചെയ്തു. ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ, കാച്ചിൽ എന്നിവ കിഴങ്ങ് വിത്തുകളാണ് ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 17 വാർഡുകളിൽ നിന്ന് അപേക്ഷ നൽകിയ 700 പേരിൽ ആദ്യഘട്ടത്തിൽ 300 പേർക്കാണ് കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തത്.
കുട്ടമ്പുഴ ഷെൽട്ടർ അങ്കണത്തിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CBKA, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EC റോയി, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ജോഷി പൊട്ടക്കൽ, ഷീല രാജീവ്, ആലി സിബി, മേരി കുര്യാക്കോസ്, ശ്രീജ ബിജു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സാജു KC, കൃഷി അസിസ്റ്റന്റുമാരായ ജസീന MH, ഷെമി MM എന്നിവർ പ്രസംഗിച്ചു. കൃഷി ഓഫീസർ ബോസ് മത്തായി പദ്ധതി വിശദീകരണം നടത്തി. സീസൺ ഇടവേള കൃഷി, സമഗ്രമായ പച്ചക്കറി കൃഷിയുടെ സംയോജനം, മാംസ്യവും ജീവകങ്ങളും അടങ്ങിയ സമീകൃത പോഷകാഹാരത്തിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനും കൂടി ഈ പദ്ധതി ലക്ഷ്യമിടുന്നുവെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒളമറ്റം തേക്കുംകാട്ടിൽ ഭഗവതി വനദുർഗ പഞ്ചമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 1 ക്ഷേത്രതന്ത്രി രാജേഷ് കല്ലമ്പിള്ളിൽ, ക്ഷേത്ര മേൽശാന്തി ശങ്കരൻ പോറ്റി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്നതിനെതിരെയും കേരളത്തിന് അർഹമായ വിഹിതം നിഷേധിക്കുന്നതിനെതിരെയും കേരള കോൺഗ്രസ് ബി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി പോൾസൺ മാത്യു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെ BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വാഹനം തടഞ്ഞു നിർത്തി അപമാനിച്ചത് പ്രതിഷേധാർഹമെന്ന് CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടിയിൽ കാട്ടാന വീണ കിണറിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് UDF രാഷ്ട്രീയ ലാഭത്തിനായി കള്ളപ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് ആന്റണി ജോൺ MLA ആരോപിച്ചു. സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ റിസോർട്ട് ഉടമയ്ക്ക് ജീവപര്യന്തം കഠിന തടവും പിഴയും വിധിച്ചു. രാജാക്കാട് അയ്യപ്പൻ പറമ്പിൽ വീട്ടിൽ ബിറ്റാജിനെയാണ് ശിക്ഷിച്ചത്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് കേസിൽ പ്രതികളായവരുടെ പേരിൽ കൊലപാതക കുറ്റം കൂടി ഉൾപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.